നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓ, അമ്മ വീണ്ടും ഡിറ്റക്റ്റീവ് പണി തുടങ്ങി. ഇനി ആ പാവം കുട്ടിയെ ചോദ്യം ചെയ്യണോ? അയ്യോ, ഞാൻ വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. സാരമില്ല, അമ്മ ഇരിക്കൂ. ഇരിക്കൂ. അയ്യപ്പനോ? നിങ്ങൾ അള്ളാഹുന്നല്ലേ വിളിക്കുക? അതെ അതെ അതെ, അതെന്താന്ന് വെച്ചാ അത് ഈ തന്നെ പറ. അത് ഞാൻ കുഞ്ഞായിരുന്നപ്പോ എപ്പോഴും അസുഖം വരാറുണ്ടായിരുന്നു. ബാക്കി കുട്ടികളെ പോലെ ഓടാനോ കളിക്കാനോ ഒന്നും എനിക്ക് പറ്റില്ലായിരുന്നു. എനിക്ക് എന്താ പറ്റിയെന്ന് ഡോക്ടർമാർക്ക് പോലും അറിയില്ലായിരുന്നു. അപ്പോഴാ അടുത്തുള്ള വീട്ടുകാര് ശബരിമലയിൽ പോയിട്ട് അരവണ കൊണ്ടുവന്ന് തന്നത്. അത് കഴിച്ചതിന് ശേഷം എന്റെ അസുഖം എല്ലാം മാറി. ഓ, സ്വാമി ശരണം. അന്ന് മുതല് എന്റെയും എന്റെ വീട്ടുകാരുടെയും മനസ്സില് അയ്യപ്പനൊരു പ്രത്യേക സ്ഥാനമുണ്ട്. വാവര് പള്ളിയിൽ തൊഴുതിട്ട് അയ്യപ്പനെ കാണാൻ ഭക്തര് പോകുന്നത് മനുഷ്യരെല്ലാം ഒരുമയോടെ സമാധാനമായിട്ട് ജീവിക്കണം എന്ന പാഠം ഉൾക്കൊള്ളാനാണെന്ന് എന്റെ വാപ്പ പറയാറുണ്ട്. മോളുടെ അച്ഛന് നല്ല മനസ്സാ. ഭാഗ്യം. അല്ല, ഇങ്ങനത്തെ മനസ്സുള്ള ആളുകള് ഈ ലോകത്തിന്റെ ഭാഗ്യമാണെന്ന് പറയായിരുന്നു. അത് ശരിയാ. മോള് വിളമ്പിക്കോ. മതി. എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അല്ലെങ്കിലും അമ്മയുടെ കൈപുണ്യം നമുക്കറിയില്ലേ? ആണോ? എന്നാലേ ഇതില് കത്രീന ഉണ്ടാക്കിയതും ഞാൻ ഉണ്ടാക്കിയതും ഏതാണെന്ന് പറ. ലക്ഷണം കണ്ടിട്ട് അമ്മയും പാറും ചേട്ടനും ജീവിതകാലം മുഴുവനും ഇങ്ങനെ തന്നെ കഴിയുമെന്നാ എനിക്ക് തോന്നേ. നീ എന്താ പറഞ്ഞത്? അവൻ ചുമക്കുന്ന കേട്ടില്ലേ? സത്യങ്ങൾ കേട്ടാ ചിലവരിങ്ങനെ അമ്മേ. നീ വെള്ളം എടുത്ത് കുടിക്ക. പാലട അവിയലും മാത്രം ഞാൻ ഉണ്ടാക്കിയത്, ബാക്കിയെല്ലാം അമ്മയാ ഉണ്ടാക്കിയത്. ഇത്രയും കാലമായിട്ടും അമ്മയുടെ ഭക്ഷണത്തിന്റെ രുചി മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാനൊരു നല്ല മകനാണോ? ആഹാ, എന്നാ പറ, എന്തൊക്കെയാ ഞാൻ ഉണ്ടാക്കിയത്? ശരി, നോക്കട്ടെ. എല്ലാ ഐറ്റംസും നല്ലതായിരുന്നു. എങ്കിലും ഈ പായസവും അവിയലും അത്ര പോരാ. അപ്പൊ അതുണ്ടാക്കിയത് കത്രീനയായിരിക്കും. ബാക്കി എല്ലാ വിഭവങ്ങളും അടിപൊളിയായതുകൊണ്ട് അമ്മ ഉണ്ടാക്കിയതാണെന്ന് ഉറപ്പാ. നീ പറയുന്നത് കേൾക്കാൻ രസമുണ്ടെങ്കിലും നോണയാണെന്ന് എനിക്കറിയാം. ഈ കുട്ടി ഉണ്ടാക്കിയ പാൽപ്പായസവും അവിയലും ഗംഭീരമായിട്ടുണ്ട്. എനിക്ക് പോലും ഇത്രയും നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയില്ല. പക്ഷേ ഇവളുണ്ടാക്കിയ പായസത്തിന്റെ സ്വാദ് ആ കുട്ടി ഉണ്ടാക്കിയതുപോലെയുണ്ട്. ഏത് കുട്ടി? അച്ഛന്റെ ഓർമ്മ ദിവസം ഒരുത്തി വന്ന് പാചകം ചെയ്തില്ലേ? പാറുവാണോ? ഓ, അവള് തന്നെ.
അവളുടെ അതേ കൈപുണ്യ ഇവൾക്കും കിട്ടിയിരിക്കുന്നത്. എനിക്ക് സന്തോഷായി. അമ്മ എന്നെ പറ്റി രണ്ട് നല്ല വാക്ക് പറഞ്ഞല്ലോ.